Good morning, all. Good morning, ma'am. Morning. Okay. Morning. അപ്പൊ നമ്മള് എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു കഴിഞ്ഞു അല്ലേ? എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞില്ലേ? ഈ ആക്റ്റീവ് ബാർഗെയിനിങ് ഫുൾ ചെയ്തോ? അപ്പൊ ഇനി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കാണും അല്ലെ? പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയില്ലേ? കാരണം മിസ്മാരൊക്കെ റിവിഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമാണ് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ? നമുക്കപ്പോ റിവിഷൻ സ്റ്റാർട്ട് ചെയ്താലോ? അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? റിവൈസ് ചെയ്യണോ? ഈ ചാപ്റ്റർ റിവൈസ് ചെയ്താൽ പോരെ? ചാപ്റ്റർ റിവൈസ് ചെയ്താൽ മതി. മാനേജ്മെന്റ് എംപ്ലോയി റിലേഷൻസ് അല്ലെ? ബെനിഫിറ്റ്സ് ആൻഡ് റിലേഷൻസ്. ഓക്കെ, ഫസ്റ്റ്ലി നമുക്ക് എന്താണ് എംപ്ലോയി റിലേഷൻസ് എന്നൊക്കെ അത്യാവശ്യം അതിന്റെ ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നാളെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തൊഴിലുടമ അത് ചെയ്യുന്നത്. ഇന്ന് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുമ്പോൾ നല്ല നല്ല എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ബെനിഫിഷ്യൽ പാക്കേജ് അവർക്ക് അനുവദിക്കാം അല്ലെ? എങ്കിൽ മാത്രമാണ് ഒരുപാട് പേര് നമുക്ക് അല്ലെ നമ്മുടെ കമ്പനിയുടെ എംപ്ലോയി അതായത് തൊഴിലിന് വേണ്ടിയിട്ട് തയ്യാറാവുള്ളൂ. അതേപോലെ തന്നെ കമ്പനി ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്യണം. എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ചെയ്താൽ എന്താ പ്രത്യേകത? തൊഴിലാളി നന്നായിട്ട് വർക്ക് ഔട്ട് ചെയ്യും. അപ്പൊ റിസൾട്ട് നല്ല ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോ നമുക്കറിയാം ഈ എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ അത് നയംസുകളൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. വ്യത്യസ്ത പേരുകളും ഫ്രഞ്ച് ബെനിഫിറ്റ്സ് എന്നൊക്കെ നമുക്ക് എംപ്ലോയി ബെനിഫിറ്റ്സിന് അറിയപ്പെടാവുന്നതാണ്. അതിന് 3 തരത്തിലുള്ള എംപ്ലോയി ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സ്വമേധയാ തരുന്നതുണ്ട്, ലീഗലായിട്ട് നിയമപരമായിട്ടുള്ള എംപ്ലോയി ബെനിഫിറ്റ്സുകളുണ്ട്. കേസ് കളക്റ്റീവ് ബാർഗെയിനോട് കൂടിയിട്ട് യൂണിയന്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് എലവേഷൻ നേടിയെടുക്കുന്ന ചില ബെനിഫിഷ്യൽ പാക്കേജുകളുമുണ്ട്. ഏത് തരത്തിലാണ് ലീഗൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അല്ലെ? 1947 എന്താണ് നമ്മുടെ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് ആക്ട്, ഫാക്ടറീസ് ആക്ട് 1948, 1952 അങ്ങനെയൊക്കെ കുറെ ആക്ടുകളുണ്ട് അല്ലെ? ആക്ടുകളുടെ ഗൈഡിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, എത്രത്തോളം എംപ്ലോയീസ് ഇന്ന ഓർഗനൈസേഷനുകളിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉണ്ട്, അതനുസരിച്ചിട്ട് തന്നെ അതിന്റെ നിയമാനുസൃതമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ആ എംപ്ലോയീസ് അർഹതപ്പെട്ടതാണ്. സ്വമേധയാ നൽകുന്നതൊക്കെ തൊഴിലാളികൾക്ക് സംതൃപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് തൊഴിലുടമ ലഭ്യമാക്കുന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ എക്സാമ്പിളുകൾ തരികയാണെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് വെച്ചിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അത് വോളണ്ടറി ആണോ, ലീഗൽ ആണോ, കളക്റ്റീവ് ബാർഗെയിൻ ഇപ്പോ യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ബാർഗെയിൻ ചെയ്ത് എടുക്കുന്നതാണെങ്കിൽ അതൊക്കെ എന്താണ് കളക്റ്റീവ് നെഗോഷിയേഷൻ എഗ്രിമെന്റിൽ വഴി ബെനിഫിഷ്യൽ പാക്കേജ് നേടിയെടുക്കുന്നതാണ്. ഓക്കെ അല്ലേ? അതിന്റെ വ്യത്യസ്ത ചോദ്യങ്ങളൊക്കെ മോക്ക് ടെസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വ്യത്യസ്ത പേരുകളിൽ ഗ്രേറ്റസ്റ്റ് ലെവൽ അത് വില്യം ബി വെർത്തറ്റാണ് അക്കോർഡിംഗ് ടു പോപ്മാൻ അല്ലെ? അവര് ഏത് രീതിയിലാണ് ഫ്രഞ്ച് ബെനിഫിറ്റ്സിനെ വിശേഷിപ്പിച്ചേക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ക്ലിയറാണോ? ക്ലിയറാണോ? പിന്നെ ഇൻ കേസ് ഒരു കീ ഫീച്ചേഴ്സ് നമുക്കറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ് അല്ലെ? നമുക്ക് ബെനിഫിറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയാണ് ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണോ, അഡീഷണൽ കോമ്പൻസേഷൻ ആണോ, പെർഫോമൻസ് റിലേറ്റഡ് പേ ആണോ, അവേർലി വേജസ് ആണോ ഈ പറയുന്ന എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്?
എംപ്ലോയി ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണോ, അഡീഷണൽ കോമ്പൻസേഷൻ ആണോ, പെർഫോമൻസ് റിലേറ്റഡ് പേ ആണോ, അവേർലി വേജസ് ആണോ? ഏതായിരിക്കും? സാലറിക്ക് അപ്പുറം കൊടുക്കുന്ന ബെനിഫിറ്റ്സ് അല്ലേ എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? ആണോ? ഡയറക്റ്റ് സാലറിയോട് അല്ലെ, എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് സാലറിക്ക് അപ്പുറം തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? ആണോ? ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണോ? അല്ല. സെക്കൻഡ് ഓപ്ഷൻ അഡീഷണൽ കോമ്പൻസേഷൻ ആണോ? ആണോ? യെസ്, അഡീഷണൽ കോമ്പൻസേഷൻ ആണ്, അല്ലെ? പെർഫോമൻസ് റിലേറ്റ് ചെയ്തിട്ടല്ല. എല്ലാവരും ടൂർ കൊണ്ട് പോകുന്നത് അവരുടെ പെർഫോമൻസ് ബാഡ് ആണെങ്കിലും ടൂർ എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്, അല്ലെ? ഏതെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തിട്ടല്ല, അതേമാതിരി തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പൻസേഷനും അല്ല, അവേർലി വേജസ് അല്ല, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന അവേർലി വേജസിനെ നമ്മൾ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് വിശേഷിപ്പിക്കില്ല. അപ്പൊ എന്താ പറയുന്നത്, അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്താന്നുള്ള ഒരു ഐഡിയ ഓക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആയില്ലേ? ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാത്തത് അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. അത് 3 തരത്തിലുണ്ട്. വോളണ്ടറി, ലീഗൽ, കളക്റ്റീവ് നെഗോഷിയേഷൻ എഗ്രിമെന്റ് ബേസ് ചെയ്തിട്ട്. പിന്നെ തീർച്ചയായിട്ടും തൊഴിലുടമ വാഗ്ദാനം ചെയ്ത് 2 ഉദ്ദേശത്തോടു കൂടിയാണ് മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. ഒന്നാമതായിട്ട് നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, മറ്റൊന്ന് എംപ്ലോയി സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്. ഇത് രണ്ടും ഓർഗനൈസേഷന് ഗുണം ചെയ്യുന്നതാണ്, അല്ലെ? നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയിനെ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന് ഗുണമായിരിക്കും, അല്ലെ? അതേമാതിരി തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോകില്ല, അല്ലെ? റിട്ടൻഷൻ റേറ്റ് നമുക്കറിയാം കമ്പനിയിൽ നിലനിന്ന് പോകാനായിരിക്കും അവർ താല്പര്യപ്പെടുന്നത്. മറ്റൊരു എംപ്ലോയീസിനെ വേക്കൻസികൾ വന്ന് മറ്റൊരു എംപ്ലോയീസിനെ കണ്ടെത്തേണ്ട അധിക ചെലവൊന്നും കമ്പനിയെ ബാധിക്കുന്നില്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്, അത് മാത്രമല്ല തൊഴിലാളികൾ മാക്സിമം എഫോർട്ടോടുകൂടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ റിട്ടേൺ അവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഫീച്ചേഴ്സിലൊക്കെ നമ്മൾ ജസ്റ്റ് പോയിന്റ്സ് ഹെഡിങ്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. എപ്പോഴും വിചാരത്തോളം ഫീച്ചേഴ്സ് എന്നൊക്കെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരില്ല, എങ്കിലും ചിലതൊക്കെ അല്ലെ ചിലപ്പോഴൊക്കെ കാണാറുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് പോകാനായിട്ട് തന്നെ ശ്രമിക്കാം. മാർക്ക് ചെയ്ത് പോയിട്ടുണ്ടെന്ന് തന്നെ തോന്നണം, അല്ലേ? മാർക്ക് ചെയ്തിട്ടുണ്ടോ? മാർക്ക് ചെയ്തിട്ടുണ്ടോ പോയിന്റ്സുകളൊക്കെ? ഇവിടെ ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ വന്നപ്പോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാത്തതൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ചിലപ്പോ മാർക്ക് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. ഇവിടെ പറയുന്നുണ്ട് നോട്ട് ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയി. അതുകൊണ്ടാണ് ഓപ്ഷനിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഡയറക്റ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല. അത് മാത്രമല്ല പെർഫോമൻസ് വെച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നതുമല്ല. ഓക്കെ, അത് അഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആണ്. Then referred as indirect compensation, additional compensation. ഭാഗം നോട്ട് ചെയ്യാം. വരുമ്പോൾ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ്. നെക്സ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഫസ്റ്റ്ലി നമ്മളൊക്കെ പറഞ്ഞു ടു അട്രാക്ട് ദ മോസ്റ്റ് ടാലന്റഡ് ജോബ് സീക്കേഴ്സ്, അല്ലെ? മെയിൻ ആയിട്ടുള്ള ഒരു എയിമാണെന്ന് നമ്മൾ കണ്ടായിരുന്നു. കാരണം നല്ല പ്ലേസ്മെന്റ് കൊടുക്കാനൊക്കെ സാധിക്കും, അല്ലെ? നല്ല ടാലന്റഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. അതേപോലെ തന്നെ ലോയൽറ്റി ബിൽഡ്സ് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി വിച്ച് ഹാസ് ടു റിലീസ് അട്രീഷൻ റേറ്റ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എംപ്ലോയീസിന് ഇങ്ങനെ അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിഷ്യൻ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടുപോകുന്ന റേറ്റ് കുറവായിരിക്കും. വിശ്വസ്തതയാപൂർവ്വം മുന്നേറാനായിട്ട് സാധിക്കുന്നു. സോ വിട്ടുപോകുന്ന നിരക്ക് കുറവായിരിക്കും. ഓക്കെ, വീണ്ടും നമുക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? വെൽഫെയർ ഓഫ് എംപ്ലോയീസ്, തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക.
പിന്നെ എപ്പോഴും നമുക്കറിയാം ദ ബെനിഫിറ്റ്സ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് ടു ദ കോസ്റ്റ് അല്ലെ. നമുക്കറിയാം ഒരിക്കലും തൊഴിലുടമ ഒരുപാട് ബേർഡൻ ആവാനായിട്ട് താല്പര്യപ്പെടില്ല അല്ലെ, ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കില്ല. ബെനിഫിറ്റ്സ് എപ്പോഴും അനുയോജ്യമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ടായിരിക്കും തൊഴിലുടമ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടത് ആ ഒരു ടൈപ്സ് ഓഫ് ഒഫൻസീവ് ബെനിഫിറ്റ്സുകളാണ്. അത് നമ്മൾ വിവിധ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പേയ്മെന്റ് ഓഫ് ടൈം കൊണ്ട് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങള്, ഹോളിഡേ പേസ് ഒക്കെ മിക്കപ്പോഴും ചോദിച്ചു കാണാറുള്ളതാണ്. എന്താണ് ഹോളിഡേ പേ എന്നുള്ളത്. എംപ്ലോയി സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷനും പേ ഓഫ് കോമ്പൻസേഷനും അല്ലെ. റിട്രെൻച്ച്മെന്റ് എന്ന് വെച്ചാൽ വിനോദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പേ ഓഫ് കോമ്പൻസേഷന് നമുക്കറിയാം സെക്യൂരിറ്റി അല്ലെ, അതുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷൻസ്, വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസിലാണ് ഒരുപാട് പോയിന്റ്സുകൾ ഉള്ളത്. അത് നമുക്കറിയാം അല്ലെ. അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇൻട്രസ്റ്റുകൾ തിരിച്ചറിഞ്ഞിട്ട് കൊടുക്കുന്ന പലതരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളാണ്. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സുകൾ അതും ഇപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. അതില് നമ്മൾ കണ്ടിരുന്നു അവിടെ റിട്രെൻച്ച്മെന്റ് ബെനിഫിറ്റ്സ്, അതേപോലെ തന്നെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. അതും ഇതിൽ പെടുന്നതാണ്. നമ്മൾ ചോദിക്കാറുണ്ട്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, ഡെപ്പോസിറ്റ് ലിങ്കഡ് ഇൻഷുറൻസ്, ഗ്രാറ്റുവിറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ ബെനിഫിറ്റ്സ്, ഇതെല്ലാം ഓൾഡ് ഏജ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആണ്. നമ്മൾ ഫസ്റ്റ് നോട്ട് ചെയ്തിരിക്കാം. ഗ്രാറ്റുവിറ്റി അതിന്റെ ഇയർ അല്ലെ, ഗ്രാറ്റുവിറ്റി എന്താണ്? 5 ഇയർ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തൊഴിലുടമ അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടി കൊടുക്കുന്നതാണ്. ഇവിടെയൊക്കെ എംപ്ലോയർ ലിങ്കഡ് ഇൻഷുറൻസും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒക്കെ ആക്റ്റുകളും ആ ഇയേഴ്സുകളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക. Holidays pay. Workers who have worked on paid holidays are paid double the rate of normal salary. അപ്പൊ അവിടെ ഓപ്ഷൻ ഉണ്ടാവും, ഹോളിഡേ പേ ആണോ പെയ്ഡ് ഹോളിഡേസ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നോട്ട് ചെയ്ത് പോവുക. ഫാക്ടറീസ് ആക്ട് 1948 ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. എവിടെയാണ് ഒരുപാട് ഇയേഴ്സ് കിടക്കുന്നത് അല്ലെ. വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ബോണസ് ആക്ട്, അതായത് നമുക്കറിയാം മറ്റ് ഘടകങ്ങളിലെ വരുന്ന നിയമങ്ങള് അത് തീർച്ചയായിട്ടും ആ നിയമങ്ങള് പാലിക്കാനായിട്ട് ഇത്രയും അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അത്രയും ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാകണം എന്നുള്ളത് ആക്ട് പറയുന്നതാണ് അല്ലെ, അനുശാസിക്കുന്നത്. മസ്റ്റായിട്ടും കമ്പനികൾ ഫോളോ ചെയ്ത് പോകേണ്ടതാണ്. ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പോവുക. ലേ ഓഫ് കോമ്പൻസേഷനും എംപ്ലോയി സെക്യൂരിറ്റിയിൽ വരുന്നതാണ് ഇതൊക്കെ. ലേ ഓഫ് കോമ്പൻസേഷനും റിട്രെൻച്ച്മെന്റ് കോമ്പൻസേഷനൊക്കെ അത് ഓർത്ത് വയ്ക്കുക. എന്തിൽ വരുന്നതാണ്? എംപ്ലോയീസ് സെക്യൂരിറ്റിയിൽ വരുന്ന കോമ്പൻസേഷനുകളാണ്. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് പറയുന്നുണ്ട് 50% ഓഫ് ടോട്ടൽ ബേസിക് വേജസ് അല്ലെ. അവിടെ ലേ ഓഫ് കോമ്പൻസേഷൻ എന്തിനെ ബേസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പെയ്ഡ് അപ് ടു 45 days. ആ ഡേയ്സ് ഒക്കെ പ്രധാനപ്പെട്ടതാണ്. ഇതുവരെ എത്ര ദിവസം വരെ കൊടുക്കാം എന്നുള്ള കാര്യങ്ങള്. 45 days, മാക്സിമം 45 days വേജസ് ഇൻ എ ഇയർ. അങ്ങനെ ചില ഇയറുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രാധാന്യത്തോടു കൂടിയും പഠിക്കാൻ ശ്രമിക്കുക. ഇയറുകള്, ആക്റ്റുകള്, ഡേയ്സുകള് ഇതൊക്കെ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു പോവുക. പക്ഷെ നമ്മള് എമൗണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, പഴയ കാലത്തെ എമൗണ്ടിൽ വേരിയേഷൻസ് ഉണ്ട്. സോ എമൗണ്ടുകളിൽ വേരിയേഷൻസ് ഉണ്ടെന്നോ അത് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് എമൗണ്ട് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പൊതുവെ കാണാറില്ല. പക്ഷെ ആക്റ്റുകളും ഇയറുകളൊക്കെ മസ്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തു. ഓക്കെ, എംപ്ലോയിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പല പല കാര്യങ്ങളുണ്ട്. ഇപ്പോ ചിലപ്പോഴെങ്കിൽ എംപ്ലോയീസ് അല്ലെ വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാം. അത് എന്താണ്? വെൽഫെയർ ആൻഡ് റിക്രിയേഷനിൽ വന്നിരിക്കുന്ന ബെനിഫിഷ്യൽ പാക്കേജ് ആണ്. സെക്യൂരിറ്റി ആയി ബന്ധപ്പെട്ടതല്ല, ആഫ്റ്റർ റിട്ടയർമെന്റിന് ശേഷമുള്ള ഒരു ബെനിഫിഷ്യൽ പാക്കേജ് അല്ല എന്നൊക്കെയുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഹൗസിംഗ്, ക്യാൻറ്റീൻ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഇതെല്ലാം എന്താണ്? വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ് ആണ്. പിന്നെ ഇവിടെ ക്യാൻറ്റീനിലൊക്കെ കൃത്യമായിട്ട് നിയമം പറയുന്നുണ്ട് 250 വർക്കേഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മാൻഡേറ്ററി, അതായത് വോളണ്ടറി പ്രൊവൈഡ് ചെയ്യുന്നതല്ല. മസ്റ്റ് ആയിട്ട് ലീഗലി അവിടെ നിയമ അനുസൃതമായിട്ട് എംപ്ലോയിക്ക് അർഹതപ്പെട്ട കാൻഡിഡേറ്റ് സർവീസ് ആണ്.
അത് ഏത് സെക്ഷൻ ആണെന്ന് ചോദിച്ചു കാണാറുണ്ട്. സെക്ഷൻ 46 അല്ലെ, ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 46 പ്രകാരമാണ് 250 വർക്കേഴ്സിനേക്കാൾ മോർ ദാൻ എംപ്ലോയീസ് വർക്കിംഗ് ഉള്ള ഇൻഡസ്ട്രിയിൽ അത് മസ്റ്റ് ആയിട്ടും എംപ്ലോയീസിന് ലഭ്യമാക്കേണ്ട ഒരു സർവീസ് ആണ് കാൻറ്റീൻ സർവീസ്. ഇതെല്ലാം എന്താണ് എംപ്ലോയീസ് റിക്രിയേഷന്റെ ഫെസിലിറ്റീസ് ഒക്കെ ആയിരുന്നു. ഓർത്ത് വയ്ക്കുക. കേളേ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? അങ്ങനെ പോയപ്പോരെ ഇനി ഒരു റയർ ക്വസ്റ്റ്യൻ കണ്ടേക്കുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അതായത് ദിസ് ഇംപ്രൂവ് പങ്ക്ച്വാലിറ്റി ആൻഡ് റിഡ്യൂസസ് സ്ട്രെസ് എമംഗ് എംപ്ലോയീസ്. ഈ പങ്ക്ച്വാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എംപ്ലോയീസിന് ലഭ്യമാകുന്ന ഒരു ബെനിഫിഷ്യൽ പാക്കേജ് ഏതാന്ന് ഓപ്ഷനിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെക്കുക. ഓക്കെ, പങ്ക്ച്വാലിറ്റി ഒക്കെ കീപ്പ് ചെയ്യുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് അവർ ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ലഭ്യമാക്കുന്നത്. Then old age retirement benefits, employees EPF ഇതിന്റെയൊക്കെ ഫുൾ ഫോം ഒക്കെ അറിയാവുന്നതാണ്. ഇത് ജസ്റ്റ് ഓർത്ത് വെക്കുക. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അതിന്റെ ഇയർ 1952 ആണ്. അതേമാതിരി തന്നെ ഇവിടെ 1976 71 ഒക്കെ ഇതിന്റെ തന്നെ അല്ലെ ഇതുകളാണ്. ഡെപ്പോസിറ്റ് ലീഗൽ ഇൻഷുറൻസ് ഫണ്ട് 1976 ഫാമിലി പെൻഷൻ ഫണ്ടും ഒക്കെ ഈ പ്രൊവിഷൻ ആക്ടിന്റെ തന്നെ അല്ലെ ഇതുകളാണ് കീഴിൽ വന്നിരിക്കുന്നതാണ്. ഈ 3 സ്കീംസ് ആണ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റി ആണെന്നുള്ളതൊക്കെ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഇയർ ചോദിച്ചു കാണാറുള്ള 1976 ഡെപ്പോസിറ്റ് ലീഗൽ ഇൻഷുറൻസ്. ഓക്കെ, നമ്മുടെ ഗ്രാറ്റുവിറ്റി ആണെങ്കിലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ അല്ലെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എത്ര ഇയർ ആണെന്നൊക്കെ അല്ലെ. മിനിമം കണ്ടിന്യൂസ് സർവീസ് ഓഫ് 5 years വിത്ത് ദ പ്രസന്റ് എംപ്ലോയർ. മിനിമം കണ്ടിന്യൂസ് സർവീസ് അതെ തൊഴിലുടമയുടെ കീഴിൽ മിനിമം 5 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് അർഹമാകുന്ന ഒരു ഇതാണ് ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. അതിന്റെ ഇയറും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഓക്കെ, പിന്നെ അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആർക്കാണ് അല്ലെ ഇവിടെ 10 or more persons, അത് ഇമ്പോർട്ടന്റ് ആണ്. എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഏതൊരു സ്ഥാപനത്തിൽ 10 അതിൽ കൂടുതലോ അംഗങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഗ്രാറ്റുവിറ്റിക്ക് ഇറക്കപ്പെടുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് വേറെ റെസ്ട്രിക്ഷൻസ് ഉള്ളത് തൊഴിലുടമയുടെ കീഴിൽ 5 വർഷമെങ്കിലും മിനിമം വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാൻ വേണം അല്ലെ. ആ ഒരു കാര്യമൊക്കെ നോട്ട് ചെയ്ത് പോവാം. Then ESIS state insurance scheme, employees state insurance scheme 1948.
ഓക്കെ, ഇതേമാതിരി തന്നെ ഈ ആക്ട് പ്രകാരം ഇൻഷുർഡ് അണ്ടർ ദ സ്കീംസ് ആർ എൻടൈറ്റിൽഡ് ടു റിസീവ് മെഡിക്കൽ എയ്ഡ്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ എയ്ഡ്? ബെനിഫിറ്റ് ഇൻ കേസ് ഓഫ് ഡിസേബിൾമെന്റ്, then സിക്നെസ് ആൻഡ് മെറ്റേണിറ്റി എക്സെട്ര. ആ കാര്യം ഒന്ന് നോട്ട് ചെയ്ത് പോവാം. നമുക്ക് ഇവിടെ സ്കീമുകളുടെ ഇയറുകൾ നോട്ട് ചെയ്ത് പോകേണ്ടതുണ്ട്. അതിന്റെ അണ്ടറിൽ വരുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ്, ഫാമിലി പെൻഷൻ, ലൈഫ് ഇൻഷുറൻസ് ബെനിഫിറ്റ്, വിഡ്രോവൽ ബെനിഫിറ്റ്, അങ്ങനെ കാര്യങ്ങളാണ്. ഈ വിഡ്രോവൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം വിഡ്രോ ചെയ്യാനായിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലെ, അവിടെ സബ്ജക്ട് ടു ഫുൾ ബെനിഫിറ്റ്. ദാറ്റ് ഈസ് ദ ഫോം ഓഫ് എ ലംപ് സം amount payable to the member on leaving the service before his retirement age, subject to fulfillment of certain conditions വെച്ചിട്ട് റിട്ടയർമെന്റ് മുമ്പ് തന്നെ അത് വിഡ്രോ ചെയ്യാനായിട്ടുള്ള സൗകര്യം, അതിനെയാണ് നമുക്കറിയാം വിഡ്രോവൽ ബെനിഫിറ്റ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പോവാം. ഓപ്ഷൻ വരുമ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നോക്കാവുന്നത് മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് സർവീസ് ആണ്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ്, മാനേജിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ബെനിഫിറ്റ് പ്രോഗ്രാംസ് ടു എംപ്ലോയീസ് ഇസ് ദ. ഓക്കെ, എംപ്ലോയീസിന്റെ ഈ ബെനിഫിഷ്യൽ ആയിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത് അറിയാം. ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് കൃത്യമായിട്ട് അന്വേഷിച്ച് അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അത് മാനേജർ തൊഴിലുടമയെ അത് ബോധ്യപ്പെടുത്തി ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ, കൃത്യമായിട്ട് ആശയവിനിമയമൊക്കെ നടത്തേണ്ടതുണ്ട്. അതൊക്കെ മോസ്റ്റ്ലി ആരാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ അല്ലെ. അവിടെ ഓപ്ഷൻ നമുക്കറിയാം സിഇഒ അല്ലെങ്കിൽ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR മാനേജർ, ഫിനാൻസ് മാനേജർ, ലൈൻ മാനേജർ, ഫ്രണ്ട് ഓഫീസ് മാനേജർ അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടും ചോദിക്കാം അല്ലെ. ഇൻ കേസ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണോ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഹെഡ് ഓഫ് ദ പേഴ്സൺ എന്ന നിലയിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ നമുക്ക് മോസ്റ്റ്ലി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അറിയാവുന്നത് എന്തായിരിക്കും ആൻസർ ഓപ്ഷൻ എന്തായിരിക്കും? HR എന്നുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആൻസർ HR ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരത്തില് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്, മാനേജ് ചെയ്യുക എല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ പേഴ്സൺ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും? ഏത് മാനേജർ ആയിരിക്കും? ഫിനാൻസ് മാനേജർ ആയിരിക്കോ, ലൈൻ മാനേജർ ആയിരിക്കോ, HR മാനേജർ ആയിരിക്കോ, ആരായിരിക്കും? ആരായിരിക്കും? എംപ്ലോയീസിന്റെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനേജർ, അത് ആരായിരിക്കും എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും? കൃത്യമായിട്ട് പറയുന്നത് HR മാനേജർ ആണ്. ഹയറിംഗ് എ ബെനിഫിറ്റ്സ് അഡ്മിനിസ്ട്രേറ്റർ ഓർ HR മാനേജർ. അഡ്മിനിസ്ട്രേറ്റർ, ആ ഒരു രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ HR മാനേജർ. ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചാലും നിങ്ങൾ അത് നോട്ട് ചെയ്ത് പോവുക. അതാണ് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലെ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അത് കൈകാര്യം ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ പ്രൊബേഷണറി പീരീഡിന് എന്താ പ്രത്യേകത? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവർക്ക് അല്ലെ തൊഴിലുടമയ്ക്ക് ഒരുപാട് റിസ്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരില്ല. അതാണ് പ്രധാനമായിട്ടുള്ളത്. ഇത് reduce the financial burden on the employees. തൊഴിലുടമയ്ക്ക് ഒരുപാട് റിസ്ക് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരില്ല. പ്രൊബേഷണറി പീരീഡ് ആണ് എംപ്ലോയിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യില്ല. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് പോവാം.
നമുക്കറിയാം എംപ്ലോയീസിന്റെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെ, ഇത് എന്താണ് അതിന്റെ ഹെഡിങ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺസിഡറേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ബെനിഫിറ്റ്സ് അല്ലെ, അവർ ഈ പറഞ്ഞ HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ HR മാനേജർ എങ്ങനെയൊക്കെയാണ് അത് ബെനിഫിഷ്യൽ പാക്കേജിനെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം CPL ബെനിഫിറ്റ്സ്, ഇൻക്ലൂഷൻ പ്ലാൻസ്, അതിന്റെ ഹെഡിങ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഫിനാൻസിങ് അല്ലെ, ഒരുപാട് ചെലവ് വഹിക്കാതെ കൊണ്ടിറക്കണമെന്നായിരിക്കും. എംപ്ലോയീസ് ചോയ്സിൽ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം 3 മെത്തേഡുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും അല്ലെ സിമ്പിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. കുറച്ച് ചെറിയ ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ട് നമുക്കറിയാം എന്താണ് എംപ്ലോയീസിന്റെ ടേസ്റ്റ് എന്താണെന്നത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അത് എനിക്കിവിടെ ചോദിക്കാറുള്ളത് മോസ്റ്റ് എഫക്റ്റീവ് മാർക്കറ്റിംഗ് റിസർച്ച് മെത്തേഡ് ഫോർ എ സ്മോൾ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഷുഗർ ഫോർ ബെനിഫിറ്റ് പ്ലാൻസ് വിച്ച് ഇൻക്ലൂഡ്സ് ഓൺലി എ ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ് എങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഇൻട്രസ്റ്റ് തിരിച്ചു വരുന്നത്, ഇന്റർവ്യൂ ആണ്. പിന്നെ ഏതൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കോസ്റ്റ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കാരണം നമുക്കറിയാം നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷനിൽ എംപ്ലോയീസിന് എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാം, അവരുടെ താല്പര്യം എന്താന്നൊക്കെ കണ്ടറിയാനായിട്ട് സാധിക്കുള്ളൂ. സോ അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സെന്റൻസ് അവിടെ നോട്ട് ചെയ്താൽ മതി. എങ്ങനെയാണ് ഈ ഡിസാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ടാണ് തിരിച്ചറിയാൻ സാധിക്കാവുന്നത്. ഓക്കെ, എംപ്ലോയീസ് ബെനിഫിറ്റിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് മെയിൻ ആയിട്ടുള്ള 2 കാര്യമാണ്. ഒന്നാമതായിട്ട് എംപ്ലോയീസിന് നല്ല ടാർഗറ്റഡ് ആയിട്ടുള്ള എംപ്ലോയി കണ്ടെത്താൻ, മറ്റൊന്ന് നമുക്കറിയാം അട്രിഷൻ റേറ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട്, പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ടാണ്. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ ഇമ്പോർട്ടൻസ്. പോയിന്റ്സിന്റെ ഹെഡിങ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ 4 പോയിന്റ്സേ ഉള്ളൂ. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ്, റിഡക്ഷൻ ഇൻ അട്രിഷൻ റേറ്റ് അതെന്താണെന്ന് അറിയാതിരിക്കരുത്. ലോങ് ടൈം കമ്മിറ്റ്മെന്റ് അല്ലെ, നമുക്ക് എംപ്ലോയീസിന് ഒരു സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു കടപ്പാട് അവിടെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. കാരണം ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ പാക്കേജ് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അവർ ലഭ്യമാക്കുന്നത് കൊണ്ട് തന്നെ അപ്പൊ അവർ മറ്റു കമ്പനികളിലേക്ക് പോകുന്ന ഒരു നിരക്ക് കുറവായി. 10 problems of employee benefits. മെറ്റേണിസം ചാർജ് പാരന്റലിനായിട്ടുള്ള നേച്ചറോട് കൂടിയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്. അടുത്തത് എന്താണ്, ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ ആണ്. ഹാൻഡ്ലിംഗ് ലെസ് പ്രൊഡക്റ്റീവ്. നമുക്കറിയാം ഏതൊക്കെ പോയിന്റ്സുകൾ ഹെഡിങ്ങുകളൊക്കെ അറിയുമ്പോൾ തന്നെ നമുക്ക് എന്താണുള്ളത് അല്ലെ, ഒരുപാട് എക്സ്പെൻസുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. പുതിയ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും വയസ്സ് ഉണ്ടാവുക. പിന്നെ എല്ലാവർക്കും കിട്ടുമെന്നുള്ളവരുടെ മൈൻഡോട് കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ ലെസ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവോയ്ഡിങ് അതർ എംപ്ലോയി ഫങ്ഷൻസ്. നമുക്കറിയാം മോസ്റ്റ് കോൺസെൻട്രേഷൻ കീപ്പ് ചെയ്യുന്നത് എംപ്ലോയീസ് ബെനിഫിറ്റ്സിലാണ് എങ്കിൽ തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിലുള്ളവരൊക്കെ അപ്രതമാവാനായിട്ടുള്ള സാധ്യതയില്ല. സോ അങ്ങനെ വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ്സ് നമ്മൾ കവർ ചെയ്തു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ വായിച്ചിട്ടാണെങ്കിലും ഏതെങ്കിലും പോയിന്റ്സുകളൊക്കെ ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് നോക്കാട്ടോ, എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോ കവർ ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ, നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. എംപ്ലോയി റിലേഷൻസ് ആണ് അടുത്ത ഭാഗം. അത് വ്യത്യസ്ത പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് അവിടേക്ക് പോവാ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ലേബർ മാനേജ്മെന്റ് റിലേഷൻസ്, ലേബർ റിലേഷൻസ്. ഓക്കെ, അതേമാതിരി തന്നെ ടേം ഇൻഡസ്ട്രി ആൻഡ് റിലേഷൻസ്, അതെന്താണ് മീൻ ചെയ്യുന്നത് പറഞ്ഞത് അല്ലെ. അവിടെ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ഇൻഡസ്ട്രിയുടെ റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യത്യസ്ത ബന്ധങ്ങളുണ്ട്. തൊഴിലാളികള് തമ്മില്, യൂണിയനുകള്, മാനേജ്മെന്റ് തമ്മില്, ഓർഗനൈസേഷൻ, സൊസൈറ്റി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ വീണ്ടും നമുക്കറിയാം നാരോ സെൻസ് ഉണ്ട്, എന്താണ് വൈഡ് സെൻസും ഉണ്ട്. നാരോ സെൻസ് ആണെങ്കിൽ ആ ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ചട്ടക്കൂടാണ്. അതായത് തൊഴിലാളികള്, തൊഴിലുടമ, അതേപോലെ തന്നെ യൂണിയനുകൾ അല്ലെ, അവിടെയൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. അതേസമയം നമുക്കറിയാം നാരോ സെൻസ് എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രിയുമായി ബന്ധം കീപ്പ് ചെയ്യുന്ന എല്ലാവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുണ്ട് അല്ലെ. ഡിഫറെന്റ് സെഗ്മെന്റ്സ് ഓഫ് ദ സൊസൈറ്റി വിച്ച് കം ഇൻ ഇറ്റ്സ് കോണ്ടാക്ട് അല്ലെ. ഈ ഇൻഡസ്ട്രിയുമായി കോണ്ടാക്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള വിഭാഗങ്ങളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം. അതാണ് ഇൻ ദ വൈഡർ സെൻസിൽ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, സെൻസ് ഒക്കെ ഓക്കെ അല്ലേ, ക്യാച്ച് അല്ലേ, കിട്ടിയിട്ടില്ലേ? According to ILO, according to Professor Clegg, according to daily order, Professor Dunlop, 4 പേരും വ്യത്യസ്ത രീതിയിലാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റ് പേരുകളൊക്കെ ഓർത്ത് വയ്ക്കുക. ILO, Professor Clegg, daily order അല്ലെ, ഓരോരുത്തരും എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അതിന്റെ മീനിങ് ആയിക്കാണ്ട് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, നേച്ചർ ഓഫ് എംപ്ലോയി റിലേഷൻസിൽ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് മിസ്റ്റർ കോർപ്പറേഷൻ, ഇൻ കേസ് ഏതെങ്കിലും ഇത് തന്നിട്ട് അല്ലെ, ഇത് നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ആണോ, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയീസ് റിലേഷൻസ്, അങ്ങനെ ഏതെങ്കിലും സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ആണോ എന്നുള്ള അല്ലെ. നമുക്ക് അറിയാം എംപ്ലോയീസ് റിലേഷൻസിൽ തന്നെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. നേച്ചർ ഓഫ് എംപ്ലോയീസ് റിലേഷൻസ് ഉണ്ട്, സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് എംപ്ലോയി റിലേഷൻസ് ഉണ്ട് അല്ലെ. അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നേച്ചറിന്റെ ഉള്ളില് ഉള്ളത് തീർച്ചയായിട്ടും ഏതൊക്കെയാണ് അല്ലെ, അവിടെ പറയുന്നുണ്ട് 4 കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ കോംപ്ലക്സ് റിലേഷൻഷിപ്പ്, മിക്സ്ചർ ഓഫ് കോർപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട്സ്, ഇന്റർഡിസിപ്ലിനറി, ദെൻ ഫോർത്ത് വൺ മൾട്ടി ഡയമെൻഷണൽ നേച്ചർ. നേച്ചറിന്റെ ഉള്ള 4 പോയിന്റ്സ് ആണ് നമുക്ക് ഓർത്ത് വെച്ചേക്കാം. ഇന്റർഡിസിപ്ലിനറി എന്തുകൊണ്ടാണ് ഇന്റർഡിസിപ്ലിനറി എന്ന് പറയുന്നത്? നമുക്കറിയാം അതിൽ വേരിയസ് ഫീൽഡ് ഉണ്ട് അല്ലെ. സോഷ്യോളജി, ലോ, എക്കണോമിക്സ്, സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ്, എല്ലാത്തിന്റെയും ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോവുകയാണ് അല്ലെ. രാഷ്ട്രീയക്കാരുടെ സ്വാധീനം അവിടെ ഉണ്ടാവും. അതേമാതിരി നിയമങ്ങളൊക്കെ പാലിച്ചു പോകണം അല്ലെ. സോഷ്യൽ പബ്ലിക്കിൽ നമുക്കറിയാം, നമ്മള് സർവീസ് ഓറിയന്റഡ് ആണെങ്കിലും പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണെങ്കിലും പബ്ലിക് അത് അക്സെപ്റ്റബിൾ ആണ്. സോ എല്ലാവരൊക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്താൽ മാത്രമാണ് ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സ്കോപ്പ് ഓഫ് എംപ്ലോയി റിലേഷൻസ്. ഓക്കെ, നമുക്കറിയാം പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ചോദിച്ചിട്ടാണ്. ഡിസിഷൻ എടുക്കുമ്പോൾ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തുന്നതാണോ ഉൾപ്പെടുത്താത്തതാണോ? തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തുന്നതാണോ ഉൾപ്പെടുത്താത്തതാണോ? ആ രീതിയിൽ ചോദ്യം പുറത്ത് വെച്ചാൽ മതി. ഉൾപ്പെടുത്തുന്നത് അല്ലെ. പാർട്ടിസിപ്പേറ്റീവ് എന്ന് പറയുമ്പോൾ ഉൾപ്പെടുത്തുന്നത്, തൊഴിലാളികളെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ആ വ്യത്യസ്ത പേരുകൾ തന്നെ ആ രീതിയിൽ അതൊക്കെ നോട്ട് ചെയ്യുക. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ്, പാർട്ടിസിപ്പേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്, എംപ്ലോയി ഇൻവോൾവ്മെന്റ്, ഇതിനൊക്കെ നമുക്ക് പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് വിശേഷിപ്പിക്കും. തീരുമാനം എടുക്കുമ്പോൾ അവരെയും കൂടി ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴെന്താ പ്രത്യേകത നമുക്കറിയാം. അച്ചീവ് ചെയ്യാനായിട്ട് അവരെയും കൂടി ശ്രമം അധികം ഉണ്ടാവും അല്ലെ. ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അവിടെ ആ ഇയർ ഓർത്ത് വയ്ക്കുക. അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഫൈനലൈസേഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് അല്ലെ ചർച്ചയൊക്കെ നടത്തിക്കൊണ്ട് വേണമെങ്കിൽ ഫൈനലൈസേഷൻ കണ്ടെത്താം. ഇനി ചർച്ചയും ഒന്ന് നടത്തിയിട്ട് അലസി പോകുന്ന രീതിയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വ്യാവസായിക
അവിടെ ലോയുടെ അണ്ടറിൽ നമുക്ക് നീതി നേടാനായിട്ട് പറ്റും. ഇത് രണ്ടും തേർഡും ഫോർത്തും പോയിന്റ് നമുക്കറിയാം. ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? എംപ്ലോയീസിന് വേണ്ടിയിട്ട്. എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻസ് അബ്രിവേഷൻ ഇന്ത്യ നോക്കിയിട്ടാണ്. SAIOE-യും പിന്നെ CIE. കാരണം രണ്ടുപേരും അല്ലെ തുല്യമായിട്ട് തന്നെ ഓർഗനൈസേഷൻ ആണ്. തൊഴിൽ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്. കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്താണ്? എന്തിനാ കളക്റ്റീവ് ബാർഗൈനിങ്? നമുക്ക് ലാസ്റ്റ് നമ്മൾ കണ്ടതാണ് അല്ലെ. ഒത്തിരി കൂടുതൽ ഭാഗമുണ്ടായിരുന്ന കളക്റ്റീവ് ബാർഗൈനിങ്ങിനുള്ള പോർഷൻ തന്നെ അതിന്റെ സ്റ്റെപ്പും അതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത് ചർച്ചയാണ് അല്ലെ. ചർച്ചയുടെ എൻഡിങ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് എത്തിപ്പെടുക എന്നുള്ളതാണ്. അത് വെച്ചിരിക്കാം. ലേബർ ലെജിസ്ലേഷൻ ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ. ലേബർ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ആരോഗ്യം അല്ലെ, ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് കൂടുതൽ പ്രിവെൻഷൻ കൊള്ളുന്നത്. അവരുടെ മുൻഗണന കൊടുക്കുന്നത്. ഗ്രീവൻസ് റിഡ്രസൽ എന്ന് പറയുന്നത് ചാപ്റ്ററൈസേഴ്സിലേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പരാതികളൊക്കെ ഉണ്ടാവാം. പരാതികൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുക എന്നതാണ് അടുത്ത ഒരു മേഖല അല്ലെ. മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, ജസ്റ്റ് വായിച്ചു കൊള്ളാം. കാരണം റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഹെഡിങ്സ് ഒക്കെ ഒന്ന് മനസ്സിലെത്തി എന്ന് വായിക്കും. ഒബ്ജക്റ്റീവ്സിലേക്ക് പോകാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോഴും സെയിം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് തൊഴിലാളികളുടെ അല്ലെ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തൊഴിലാളികളുടെ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു മനോഭാവം തന്നെയാണ്. അപ്പോൾ നമുക്ക് വർക്കേഴ്സ് മാനേജ്മെന്റ് ഇൻഡസ്ട്രികൾക്ക് പ്രാധാന്യം കണ്ടെത്താൻ സാധിക്കുന്നു. ഇംപ്രൂവ് എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് വർക്കേഴ്സ്, റെഗുലേറ്റ് control of procurement, to ensure workers' participation. Okay, to develop and support labor union, to prevent the industrial conflicts, to reduce the strike and lockouts, to sustain industrial democracy. Okay,
എന്താണോ എന്നൊക്കെയുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ടായിരിക്കും ഇതിന്റെ ലക്ഷ്യമാണോ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡിങ് ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ ഹെഡിങ്സ് വെച്ചിട്ട് ഏതെങ്കിലും പോയിന്റ്സ് ഈ ഒബ്ജക്റ്റീവ്സിൽ പെടുന്നതാണോ എന്ന് ഓർത്ത് വെക്കുക. To sustain industry democracy എന്നൊക്കെ പറയുമ്പോൾ industry relations also aim to develop and maintain industry democracy which is based on labor partnership in profit making. ഇവിടെ തർക്കങ്ങളൊന്നും ഇല്ലാതെ പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് വേണം. അല്ലെങ്കിൽ തൊഴിലാളികൾ നല്ല സംതൃപ്തിയോട് കൂടിയിട്ട് പോകണമെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമുക്കറിയണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിനൊക്കെ കീപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ സ്ട്രൈക്കും ലോക്കൗട്ട് ഒക്കെ വന്നു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ലെസ് പ്രൊഡക്ടിവിറ്റി ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ സ്ഥാപനം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കേരളസ് ഒക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അവിടെ പ്രൊഡക്ടിവിറ്റിയുടെ കുറവായിരിക്കും. അപ്പൊ ആ ഒരു മീനിങ്ങിലേക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അപ്പൊ ആ ഒരു ലക്ഷ്യങ്ങൾ തന്നെയായിരിക്കും ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നത്. To provide a priority interest, proprietary interest. തീർച്ചയായിട്ടും തൊഴിലുടമകളുടെ ഇൻഡസ്ട്രികൾക്ക് അനുസൃതമായിട്ട് തൊഴിലാളികൾ വ്യാപകമാവാനൊക്കെ എടുത്ത് നമുക്കാണ് നല്ല ബെറ്റർ റിലേഷൻഷിപ്പ് ആണ് അവിടെ കീപ്പ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഹെഡിങ്സ് മസ്റ്റായിട്ടും മൊത്തം തന്നെ പോവാം. ഓക്കെ അല്ലേ? 3 actors എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ആരൊക്കെയാണ് ആക്ടേഴ്സ്? മെയിൻ ആയിട്ടുള്ള 3 actors ബോയ്സ് റിലേഷൻസിലെ ആരൊക്കെയാണ്? ആരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള 3 actors? തൊഴിലാളി തൊഴിലുടമയും എൻഡോവ്മെന്റും ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവില്ലേ? ഏതൊരു ഇൻഡസ്ട്രിയിലും തൊഴിലാളി തൊഴിലുടമയും ഉണ്ടാവും. അതിനൊപ്പം തന്നെ ഗവൺമെന്റ് അല്ലെ, നമ്മളിപ്പോ ഇൻഡസ്ട്രി സ്ഥാപിക്കുന്നത് ഗവൺമെന്റ്. ഇനി അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ കൂടി മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. തൊഴിലുടമേനെ എംപ്ലോയീസ് ഗവൺമെന്റ്. എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരായിരിക്കും? ആ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തെങ്കിലും ഉറപ്പായിരിക്കും. ട്രേഡ് യൂണിയൻ ആയിരിക്കും. തൊഴിലുടമകളെ എംപ്ലോയേഴ്സിനെ ആണെങ്കിലോ എംപ്ലോയേഴ്സ് അസോസിയേഷൻ. ഗവൺമെന്റിനെ ആണെങ്കിലോ കോർട്ട് അല്ലെ, അവിടെ ആക്റ്റും കാര്യങ്ങളൊക്കെയാണ്, നിയമങ്ങൾ അല്ലെ, കോടതികളൊക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ ചാപ്റ്റർ കുറെയൊക്കെ ക്യാച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഓക്കെ, അപ്പോ വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ് നമ്മൾ കണ്ടായിരുന്നു. ഇതിലൊക്കെ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളൊക്കെ അത് വായിക്കുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന അനുസരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പോവാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗവൺമെന്റ് ആണെങ്കിലും അല്ലെ, ഗവൺമെന്റ് നേഷന് വേണ്ടിയിട്ടൊക്കെ നമുക്കറിയാം. നമ്മുടെ നേഷന് ഗവൺമെന്റ് ഇസ് സപ്പോസ്ഡ് ടു ബി കെയർടേക്കർ ഓഫ് ദ നേഷൻ എന്നാ പറയുന്നത്. ഹു ഇസ് ദ കെയർടേക്കർ ഓഫ് ദ നേഷൻ എന്ന് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആരായിരിക്കും നേഷന് വേണ്ടിയിട്ട് കെയർടേക്കർ ആയിട്ട് നിൽക്കുന്നത്. തൊഴിലുടമയും തൊഴിലാളികളും എപ്പോഴും തൊഴിലുടമയുടെ താല്പര്യം സംരക്ഷിക്കാൻ തൊഴിലുടമയും തൊഴിലാളികളുടെ താല്പര്യത്തിനായിരിക്കും കൂടുതലും പ്രാധാന്യം തൊഴിലാളികൾ നിൽക്കുന്നത്. അതേസമയം നേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ മതി. Then factors influencing employee relations. Economic factors, technological factors, social and cultural factors, institutional political. ഇത് ഒരു ശ്രദ്ധാപൂർവ്വം തന്നെ മനസ്സിലാക്കി പോവുക. കാരണം ഓരോന്നിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ചോദ്യങ്ങൾ അല്ലെ പറയാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ് ഒക്കെ ഏത് ഫാക്ടറിൽ പെടുന്നതാണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടറിൽ പെടുന്നതാണ്. സോഷ്യലിസ്റ്റ് ക്യാപിറ്റൽ ഓർഗനൈസർ എക്കണോമിക് ഫാക്ടേഴ്സിലാണ്. ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ അല്ലെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് ആ ഭാഗം ജസ്റ്റ് ഓരോന്നിലും ഏത് ഫാക്ടറിലാണ് പെടുന്നതെന്നുള്ള കാര്യം പഠിക്കുക. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം അല്ലെ, അത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ്. പൊളിറ്റിക്കലുമായി ബന്ധപ്പെട്ട കാര്യം, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ് respective organization, environment, health of organization, degree of the competition. Okay, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
ഗ്ലോബൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്ലോബലി ഇന്റർനാഷണലി ഉള്ള കാര്യങ്ങളാണ് അല്ലെ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്രോച്ചസ്. അപ്രോച്ചസിലും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏതൊക്കെ അപ്രോച്ചസ് ആണെന്നുള്ളത് നോക്കി വെച്ച് സൈക്കോളജിക്കല്, സോഷ്യോളജിക്കല്, സോഷ്യോ എത്തിക്കല്, ഹ്യൂമൻ റിലേഷന്, പിന്നെ ഗാന്ധിയൻ അപ്രോച്ച്, ഡെവലപ്പ് സിസ്റ്റം അപ്രോച്ച്. അപ്പോ ഈ അപ്രോച്ചുകൾ എത്രണ്ണമുണ്ട്? 6 അതുകൊണ്ട് തന്നെ വെച്ചേക്കാം. എപ്പോഴും ഗാന്ധിയൻ അപ്രോച്ചും ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ചും ഡെവലപ്പൊക്കെ ഓർമ്മയിലുണ്ടാവുന്നതാണ് അല്ലെ. അതേസമയം ഇത് ഓർത്ത് വെച്ചാൽ മതി. സൈക്കോളജിക്കൽ, സോഷ്യോളജിക്കൽ, സോഷ്യോ എത്തിക്കൽ, ഇങ്ങനെ 2 ഭാഗമായിട്ട് പഠിച്ചാലും മതി. അപ്പൊ ഓർമ്മയിൽ അത് പെട്ടെന്ന് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇവിടെ TIT Thematic Perception Test. സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അത് intensely embedded in the attitude and the perception of the key participants. Okay. ഇങ്ങനെ ഒരു ചോദ്യം പറയാണ്. Which approach to employer relations views issues as being embedded in the attitude and the perception of the participants? ഏത് അപ്രോച്ചാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ? ഈ സോഷ്യോളജിക്കൽ അപ്രോച്ചാണ്, ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചാണ്, സൈക്കോളജിക്കൽ അപ്രോച്ചാണ്, ഗാന്ധിയൻ അപ്രോച്ചാണ്? ഏത് അപ്രോച്ചായിരിക്കും? ഒന്നുകൂടി ഞാൻ പറയാം. Which approach to employee relations views issuing as being embedded in attitude and the perception of the participants? Yes. Psychological approach. നിങ്ങൾ അത്യാവശ്യം ക്ലിയർ ചെയ്ത് തന്നെ ക്യാച്ച് ചെയ്ത് പോയിട്ടുണ്ട്. മേയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എൽട്ടൺ മേയോണ്. ഇവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. വർക്കേഴ്സ്, എംപ്ലോയീസ്, സെൽഫ് എസ്റ്റീം, കോമ്പിറ്റൻസ് ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, അത് ആണ് പ്രാധാന്യത്തോടു കൂടി പറഞ്ഞിരിക്കുന്നത്. Which approach helps to maintain peaceful relationship between labor and management? അറിയാം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇവിടെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിലാണ് അവിടെ ഇത്തരത്തിലുള്ള പീസ്ഫുൾ, സമാധാനപൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ. അതിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയിട്ടുണ്ടോ? The socio-ethical approach to industrial relations asserts that both labor and management must understand their responsibilities. അത് എന്തായിരിക്കും നോക്കാം. ഓപ്ഷൻ ഫിനാൻഷ്യൽ, ലീഗൽ, എത്തിക്കൽ, പൊളിറ്റിക്കൽ. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച്. അവിടെ തന്നെ നമുക്ക് ആ ചോദ്യത്തിൽ ഇതിൽ തന്നെ ഇത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ സോഷ്യോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന പോലെ തന്നെ ചോദ്യത്തില് സോഷ്യോ എത്തിക്കൽ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സോഷ്യോ എത്തിക്കൽ പറയാം. പക്ഷെ നിങ്ങൾ ഇവിടെ സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് എന്നുള്ളത് ആ രീതി തന്നെ ആ ചോദ്യത്തിന്റെ അതനുസരിച്ചിട്ട് തന്നെ യൂസ് ചെയ്ത് പഠിക്കണം കേട്ടോ. സോഷ്യോ എത്തിക്കൽ അപ്രോച്ച് ഇവിടെ സോഷ്യോ ലീഗലും കൺഫ്യൂഷനായിട്ട് വരാം, സോഷ്യോളജിക്കലും വരാം, അതേപോലെ തന്നെ സോഷ്യോ എത്തിക്കലും വരാം. അങ്ങനെ
സോഷ്യോ ലീഗൽ വരാം. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഓപ്ഷൻ മാറാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ചോദ്യം എന്താണ്? The socio-ethical approach to industrial relations asserts that both labor and management must understand the thing. അവിടെ മസ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നുള്ളതാണ് അവിടെ കൂടുതലായിട്ട് കൃത്യമായിട്ട് എടുത്ത് പറയുന്നത് അല്ലെ. Not only has a sociological base, but also has some ethical consequence. അല്ലെ, സോഷ്യോളജിക്കൽ കാര്യം ശരിയാണ്, പക്ഷെ നമ്മൾ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഒരു പ്രൊഫഷനൊക്കെ കൈകാര്യം ചെയ്യുന്നവര് ചിലപ്പോ അവർക്ക് പ്രൊഫഷനുമായിട്ട് കുറെ നീതി പുലർത്തണം എന്നുള്ള ഒരു ധാർമ്മിക കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിലപാട് അവർ കീപ്പ് ചെയ്യും. അവിടെ കിടന്നുകൊണ്ട് അല്ലെ, ഇൻ കേസ് ഒരു ഡോക്ടർ പേഷ്യന്റ് റിലേഷൻഷിപ്പില് അറിയാം അവിടെ ചിലപ്പോൾ ലീഗലായിട്ട് കുറെ കാര്യങ്ങൾ വേണ്ടി വരും. പക്ഷെ ഡോക്ടറിന് ചില അല്ലെ അവിടെ ഇതുകളുണ്ട്, അവരെ കുറച്ച് പ്രതിജ്ഞകളൊക്കെ എടുത്തുണ്ട്. ഒരു മനുഷ്യനേക്കാൾ അല്ലെ ധാർമ്മികമായിട്ട് അവർക്ക് കൊടുക്കേണ്ട കുറച്ച് പ്രാഥമിക ചികിത്സ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടിനെയും എന്താണ് ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ രണ്ടിനും ഒരേപോലെ മൂല്യം കൊടുത്തിട്ട് പോകണം അല്ലെ. ലീഗലി അവർക്ക് ശരിയാണ് ലീഗൽ നിയമത്തിനെ അനുശാസിക്കാൻ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസൊക്കെ ആണെങ്കിൽ നിയമപരമായ വശം വേണം. താനും ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുള്ള നീതിപൂർവമായിട്ടുള്ള ധാർമ്മിക കാഴ്ചപ്പാടുകൾക്കും പ്രിഫറൻസ് ഉണ്ട്. ആ ഒരു കാര്യത്തിന്റെ ഓപ്ഷനിൽ വരുമ്പോൾ അതും ശ്രദ്ധിച്ചാൽ മതി. ചോദ്യം എന്താണെന്നുള്ളത് ബേസ് ചെയ്തിട്ട് തന്നെ ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് കിട്ടും തീർച്ചയായിട്ടും. അതിലും നമുക്ക് എന്താ പറയാ സിഗ്നിഫിക്കൻസ് ഓഫ് എംപ്ലോയ്മെന്റ് റിലേഷൻസ് തുടങ്ങിയാണ് നമുക്ക് നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. അടുത്ത ഭാഗം നെക്സ്റ്റ് ക്ലാസ് നമുക്ക് റിവൈസ് ചെയ്യാം. എന്തെങ്കിലും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോട്ട് ചെയ്തിട്ട് പോരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ ക്ലാസ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഡൗട്ടുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വായിച്ചു വരില്ലേ? ശ്രമിക്കാം കേട്ടോ.